ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ലോങ് വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിച്ചിട്ടെങ്കിൽ അതായത് നമ്മുടെ എന്താ പറയുക കോയി ഫിഷും അതുപോലെ തന്നെ ടിൻഫോയിലും റെഡ് തിലോപ്പിനൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന ടാങ്ക് ഈ കാണുന്ന ഷെഡ്, അതായത് നമ്മൾ ഈ കാണുന്ന ഷെഡിൻ്റെ അകത്ത് ടാങ്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഫിഷസിനെ മൊത്തം ഇതിനകത്ത് മാറ്റിയത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ടാങ്ക് കളയാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു 10-20 ഗപ്പീസിനെ നമ്മൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു കൗണ്ട് ഗപ്പിയുണ്ട്. അപ്പം നമ്മൾ ആ ഒരു മീൻകുളം വറ്റിക്കുവാണിന്ന്. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് വറ്റിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഒരു അത്യാവശ്യം ഒരു നല്ലൊരു സംഭവം ചെയ്യാനായിട്ടാണ്, നല്ലൊരു ടാങ്ക് സെറ്റ് ചെയ്താണെന്നുള്ള ഐഡിയയിലാണ് നമ്മൾ അവിടെ ടാങ്ക് ഇപ്പം നിലവിലുള്ള ടാങ്ക് നമ്മൾ റീസ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഈ വെള്ളിയാഴ്ച വരുന്നതാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം കൂടുതലൊന്നും പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല. ഇപ്പം തന്നെ സമയം ഏകദേശം 4:30 കഴിഞ്ഞു. അപ്പം പെട്ടെന്ന് നമുക്ക് വറ്റിക്കാം കേട്ടോ. നമ്മൾ ജസ്റ്റ് അതായത് ഈ ടാങ്കാണ് നമ്മൾ വറ്റിക്കാൻ പോകുന്നത്. അപ്പം വറ്റിക്കുന്നത് നമ്മൾ ജസ്റ്റ് നമ്മുടെ മീനുകളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മുടെ മീനുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം കഴിഞ്ഞ നമ്മുടെ വീഡിയോ ഇട്ട സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ജസ്റ്റ്. ഓക്കെ, അപ്പം കഴിഞ്ഞ് നമ്മൾ ഫുൾ വീഡിയോ ഇട്ട സമയത്ത് കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു, അതായത് ഈ ടാങ്കൊക്കെ കണ്ടപ്പം പറഞ്ഞു റെഡ് ടൈൽ ക്യാറ്റ് ഫിഷിനെ മേടിക്കുക, അതുപോലെ തന്നെ സ്നേക്ക് ഹെഡ് അതായത് പുലിവാഹനൊക്കെ മേടിക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ പുലിവാഹന എന്തായാലും മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ടുള്ളൂ, അതായത് ഉടനെ നമ്മൾ മേടിക്കുന്നില്ല. ഇപ്പം നമ്മൾ അക്വേറിയം ഷോപ്പിൽ വിളിച്ച് നോക്കിയ സമയത്ത് പുലിവാഹയും അതുപോലെ റെഡ് ടൈലും ഇപ്പം ഇല്ലെന്നാണ് പറഞ്ഞത്. ഇപ്പം പറയൽ നിലവിൽ ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പം അതായത് നമ്മൾ ഈ അക്വേറിയം ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതെങ്കിലും മീനെ നമുക്ക് ഇടാം. അതുപോലെ തന്നെ ശവൽ ഡോസിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഏതെങ്കിലും മോൺസ്റ്റർ ഫിഷസിനെ നമുക്ക് ഉണ്ടെങ്കിൽ മേടിക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ അലിഗേറ്ററൊക്കെ അതെ ഇവിടെ സെറ്റായിട്ട് കിടപ്പുണ്ട്. അപ്പം അലിഗേറ്ററിനൊക്കെ ഇന്ന് ഫീഡ് എടുത്ത് മരിക്കും കേട്ടോ. അപ്പം നമ്മൾ കുറേ എണ്ണത്തിനെ എല്ലാം നമ്മൾ ഇവന്മാർക്ക് ഫീഡ് ചെയ്യും. കുറേ എണ്ണത്തിന് നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഒരു അക്വേറിയത്തിലോട്ട് നിലവിൽ നമ്മൾ ഇപ്പം വേറെ ടാങ്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ജസ്റ്റ് ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഒരു ചെറിയൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് ഗപ്പീസിനെ നമുക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് വല്ല നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പം പെട്ടെന്ന് വറ്റിക്കാൻ കേട്ടോ. അപ്പം സമയം ഒത്തിരി ആകുന്നുണ്ട്. അപ്പം നമുക്കിത് ബക്കറ്റ് എടുക്കാം. ബക്കറ്റ് എടുത്തിട്ട് നമുക്കിത് വറ്റിക്കാം. അപ്പം നമ്മൾ ട്രൈപ്പോഡൊക്കെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കേട്ടല്ലോ, ഈ ടാങ്ക് നമ്മൾ വറ്റിക്കാൻ പോകണം, അതായത് ഫുള്ളും വറ്റിക്കാൻ പോകണം. അതായത് ഇപ്പം ഇതിൻ്റെ അകത്ത് ആൽഗയാണ്, ആൽഗ അടിച്ചിരിക്കുന്നെങ്കിലും വെള്ളം ക്ലീനാണ്, വെള്ളം കണ്ടീഷൻ ക്ലീനാണ്. പക്ഷെ ഭയങ്കര സ്മെല്ല് അതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം പിന്നെ തവളകളുണ്ട്, 2-3 തവളേനൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പം നമുക്ക് ഇനിയിപ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇത് വറ്റിക്കണം. അപ്പം നമുക്കൊന്നില്ലെങ്കിൽ നമുക്ക് പൈപ്പിട്ട വെള്ളം വലിച്ചു കളയാം, അല്ലെങ്കിൽ നമുക്ക് കോരി തന്നെ കളയാം. അപ്പം നമുക്ക് ആദ്യം ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ ഒരു മീനുകളുടെ അതിൻ്റെ അകത്ത് കിടക്കുന്ന മീനുകളെ വറ്റിച്ചിട്ട്, മീനുകളെല്ലാം അതിൻ്റെ അകത്ത് കിടക്കുന്ന മീനുകളെ പിടിച്ച് വെള്ളം വറ്റിച്ചിട്ട് നമ്മൾ ആ ടാങ്ക് നാളെ തന്നെ മാറ്റും. അതായത് നാളെ തന്നെ മാറ്റിയിട്ട് സംഭവം നമുക്ക് അവിടെ പുതിയ ടാങ്ക് സെറ്റ് ചെയ്യാമോ നോക്കിയിട്ട് നല്ല നല്ല മീനുകളെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയയിലാണ് നമ്മൾ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ ചെയ്യാനായിരുന്നു ഓർത്തത്, അതായത് നമ്മൾ ഇവിടെ ടാങ്ക് ചെയ്യാനാണ് ഓർത്തത്. പക്ഷേ നമ്മൾ ആ ഒരു ഷെഡ് പൊളിച്ച സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ തടിയൊക്കെ നമ്മൾ അതിൻ്റെ അകത്തായിരുന്നു കൊണ്ട് വെക്കാൻ ഓർത്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചെയ്യാഞ്ഞത്. അപ്പം നമുക്കിനിയിപ്പം പെട്ടെന്ന് വറ്റിക്കാൻ കേട്ടോ. അതായത് ആദ്യം നമുക്ക് കുറച്ച് മീനുകളൊക്കെയാണ് കോരിക്കാനായിട്ട് നമുക്ക് ബാക്കി വെള്ളം വറ്റിച്ചിട്ട് ബാക്കിയുള്ള മീനുകളൊക്കെ നമുക്ക് പിടിക്കാം. നമ്മൾ അത്യാവശ്യം കുറേ എണ്ണത്തിനെ മേടിച്ചത്. ഇതിൻ്റെ അകത്തുണ്ട് വെള്ളം കണ്ടു കഴിഞ്ഞാൽ കരിയോയിൽ കലക്കിയ പോലെയാണ് വെള്ളം. അതായത് ഫുള്ളിൻ്റെ അകത്ത് 6 മാസത്തെ വേസ്റ്റ് ഫുള്ള് ഇതിൻ്റെ അകത്തുണ്ട്. അതായത് നമ്മൾ ആ ഒരു മീനുകളെ ഇട്ട സമയത്ത് വെള്ളം പോലും മാറ്റാതെയാണ് നമ്മൾ ഈ ഗപ്പീസിനെ ഇതിൻ്റെ അകത്തുണ്ട് ഇപ്പം ഇട്ടത്. അപ്പം അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. ഇനിയിപ്പം നമുക്ക് വെള്ളം കുറേ നമുക്ക് വലിച്ചു കളയാൻ നമുക്കിനിയിപ്പം ബാക്കിയുള്ള ഫുള്ള് നമുക്ക് മീനുകളെ പിടിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് കുറേ വെള്ളം വലിച്ചു കളയാം. ഒരു നെറ്റും കൂടെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ബാക്കി വെള്ളം ഫുള്ള് നമുക്ക് വലിച്ചു കളയാം കേട്ടോ. അപ്പം നമ്മളത് വെള്ളം ഫുള്ള് വലിച്ച് കളയുന്നതാണ്. അതായത്
അല്ലാതെ ഫുള്ള് വെള്ളം നമ്മൾ പൈപ്പിട്ട് വലിച്ച് കളയുവാണ്. അപ്പം മീനുകൾ പോകാതിരിക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു വലയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ബക്കറ്റിനകത്തൊരു 200 മീനുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവന്മാരെയൊക്കെ അക്വേറിയത്തിലോട്ട് കൊണ്ടുവരണം. ഇപ്പം അതിൻ്റെ അകത്ത് ഇല ഫുള്ള് നമ്മൾ കളഞ്ഞിട്ടായിരിക്കും അക്വേറിയത്തിലോട്ട് കൊണ്ടുവരുന്നത്. വെള്ളം ഭയങ്കര മോശമാണ്. അപ്പം നമുക്ക് ക്ലീൻ ചെയ്ത് സെറ്റാക്കണം. അപ്പം ഇനിയിപ്പോൾ ഇതൊരു വറ്റി തീരാൻ അത്യാവശ്യം ഒരു നല്ലൊരു സമയം എടുക്കും. ഒരു 10 മിനിറ്റ് സമയം എടുക്കും കേട്ടോ. അപ്പോൾ സംഭവം നമ്മൾ വറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞപ്പം വെള്ളം മൊത്തം എന്താ പറയുക പൊക്കോണ്ടിരിക്കുവാണ്. കുഞ്ഞു പൈപ്പ് ആയതുകൊണ്ട് തന്നെയാണ് വെള്ളം പോകാൻ താമസം. അപ്പം നമ്മൾ ഒന്നും കൂടെ ടൈം ലാപ്സ് ഇട്ടിട്ട് നമ്മളും കൂടെ കുറേ അങ്ങോട്ട് കോരി കളയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളം കുറേ വറ്റിച്ചു. അതായത് ഇനിയിപ്പോൾ ഒരു 2 ഇഞ്ചിലെ വെള്ളം ഉള്ളു കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വിരലിൻ്റെ ഒരു ഇത്രയും ഭാഗത്ത് ഇനിയിപ്പോൾ വെള്ളമുള്ളൂ. ഇനിയിപ്പോൾ അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്കത് കോരി തന്നെ പിടിക്കാം. അപ്പോൾ നല്ല അമോണിയ കണ്ടൻ്റുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വെള്ളം മൊത്തം ചെടിക്ക് കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. മൊത്തം ഇനിയിപ്പം കോരിയെടുക്കാം കേട്ടോ. ഇനിയിപ്പം മൊത്തം മീനുകൾ നമുക്ക് പിടിച്ചങ്ങോട്ട് എടുക്കാം. വലിയ രീതിയിൽ മീനുകളില്ല. ഇന്നാണ് നമ്മൾ വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മീനുണ്ടല്ലോ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വന്ന് നോക്കിയപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്ത് തവള ശല്യം നല്ലപോലെ ഉണ്ട്. അപ്പോൾ തവളയും കുറേ മീനൊക്കെ പിടിച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഇനിയിപ്പം മിക്സഡ് ആക്കാനോ പുതിയ ടാങ്ക് ഉണ്ടാക്കാനോ ഇല്ലെന്ന് തോന്നുന്നു. അല്ലിഗേറ്ററിന് കുറച്ച് ദിവസം തിന്ന് കഴിയുമ്പോൾ തന്നെ അവൻ ഫുള്ള് തീരുമാനമാക്കും ഇതുങ്ങളെ. അപ്പം നമുക്ക് മൊത്തം ഇനിയിപ്പം പെട്ടെന്ന് ഇതിലോട്ട് പിടിച്ച് ഇടാം. ഫുള്ള് കോരി എടുക്കാം കേട്ടോ. 2-3 കോരി ഇങ്ങനെ കോരാം. തടയുന്നുണ്ട് നല്ലപോലെ, അടിയും നല്ലപോലെ തടയുന്നുണ്ട്. പിന്നെ ചെളിയും നല്ലപോലെ ഉണ്ട് കണ്ടതെ. ഉണ്ടാക്കുക ചെളി ഈ ടാങ്ക് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു 8 മാസത്തോളം ആയിട്ടുണ്ട്. അത് 2 മാസം നമ്മൾ ആ മീനുകളാക്കിയിട്ടുള്ളൂ. ബാക്കി ഫുൾ സമയം ഇതിൻ്റെ അകത്ത് കിടന്ന ഗപ്പികളാണത്. മാങ്ങ ഉൾപ്പെടെ എല്ലാ സാധനവും ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പം ക്ലീൻ ആക്കി വരുമ്പോഴത്തേക്കും എന്നാക്കെ ഉണ്ടെന്ന് ആർക്കറിയാം. കുറേ സംഭവങ്ങൾ കാണും ക്ലീൻ ആക്കി നമ്മൾ വരുമ്പോൾ. ഫുള്ള് നമ്മളിങ്ങനെ അങ്ങോട്ട് കോരിയെടുക്കുവാണ്. ഒരു ലോഡ് ഗപ്പി ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല കൗണ്ടുണ്ട് കേട്ടോ. നല്ല കൗണ്ടുണ്ട്. അപ്പം ഇത് നമ്മൾ വറ്റിക്കാൻ പോകുന്ന കാര്യം തവള അറിഞ്ഞാണ്. അതുകൊണ്ട് തവളയൊക്കെ മുങ്ങിയെന്ന് തോന്നി. ഇപ്പം ഇത്രയും കോരിയിട്ടും തവള അതിൻ്റെ അകത്തില്ല. തവള മുങ്ങിയെന്ന് തോന്നുന്നു. ഫുള്ള് ഇനിയിപ്പം നമ്മൾ കോരിയെടുക്കുവാണ്. ഇല മൊത്തം തീർന്നു കേട്ടോ. അത്യാവശ്യമുണ്ട്. ഇതൊക്കെ പറഞ്ഞൊരു 50 കൂടുതൽ ഗപ്പി കിട്ടിയിട്ടുണ്ട്. 6 മാസം ആരേ ഉള്ളൂ. നമ്മൾ മൂടിയിടാഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇത്രയും കുറവ് ഗപ്പികൾ വന്ന്. അത്യാവശ്യം നല്ലപോലെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ നമ്മൾ അലിഗേറ്ററിന് ഫീഡും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ എടുത്തെടുത്ത് തീർന്നു കാണും. അപ്പം അത്യാവശ്യമുണ്ട്. അത്യാവശ്യം നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യമുണ്ട്. നമ്മൾ ഫീഡ് പോലും ചെയ്തില്ല കേട്ടോ. ഫീഡ് പോലും ചെയ്യാൻ എത്ര നമുക്ക് കിട്ടി. ഫീഡ് നമ്മൾ ഒരു ദിവസം പോലും ഫീഡ് ചെയ്തിട്ടില്ല. ഉമ്മാർ ഇതിനകത്തുണ്ടായിരുന്ന പായലും അതുപോലെ തന്നെ ചെളിയൊക്കെ തിന്നാന്ന് തോന്നുന്നു സർവൈവ് ചെയ്ത്. അപ്പോൾ സാധാരണ നമ്മൾ ഓർണമെൻ്റൽ, അതായത് ഓർണമെൻ്റൽ ഗപ്പീസോ പ്ലാറ്റീസോ ഒക്കെ ആണെങ്കിൽ 2 ദിവസം കൊണ്ട് ഫീഡ് ചെയ്തില്ലെങ്കിൽ 2 ദിവസം കൊണ്ട് രണ്ടായി പോവും. വൈൽഡ് ഗപ്പീസിൻ്റെ പവർ അതാണ് കേട്ടോ. ഇത്ര നാളായിട്ട് 6 മാസമായിട്ട് നമ്മൾ ഒരു ഫീഡ് പോലും ചെയ്യാതെ ഇരുന്നിട്ട് അവൻ ജീവിച്ചു. അപ്പം നമുക്ക് ചെയ്യാം. പിന്നെ ഒരെണ്ണത്തിനെ കൊണ്ട് അലിഗേറ്റർ ഇട്ട് നോക്കാം അവൻ തിന്നോ ഇല്ല എന്നറിയാം. നമ്മളുമായിട്ട് അത്രയ്ക്ക് ഇതൊന്നും അവൻ ഇണങ്ങിയിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം തിന്നുമോ എന്ന്. മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. തിരിയല്ല കേട്ടോ. അപ്പം നമുക്ക് ഇനിയിപ്പം
അലിഗേറ്ററിൻ്റെ കൂടെ ഏതെങ്കിലും മീനെ ഇടണമെങ്കിൽ ഇടാൻ കേട്ടോ. അപ്പം അവിടെ ഫ്ലോറിഡ കാർ ഉണ്ടായിരുന്നു. അപ്പം അതിനെ നമ്മൾ മേടിക്കാൻ ഞാൻ കേട്ടോ. ഫ്ലോറിഡ കാറിനെ ഇഷ്ടമാണ്, പക്ഷെ അത്യാവശ്യം സൈസ് നോക്കിയല്ല, ഒരു 2 അടി 3 അടി വരെയൊക്കെ സൈസ് നോക്കുള്ളൂ. ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല സൈസ് നോക്കും. നമുക്കിനിയിപ്പോൾ ഒരു കാണിച്ചാൽ എല്ലാം കോരിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഫുള്ള് ഇതിപ്പം ചെയ്തിട്ട്, അതായത് ഇതിനകത്തെ മീനുകളെ ഫുള്ള് നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇനിയും കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പം നമുക്ക് പിന്നെ പിടിച്ചെടുക്കാൻ കേട്ടോ. ഇനിയിപ്പം ഉണ്ടേലും ഒരു 2-3 പീസേ ഉള്ളൂ. ഇപ്പം നമ്മൾ എടുത്തു വെച്ച വെള്ളമാണത് ചാണകം കലക്കി വെച്ച പോലെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് 2-3 ഗപ്പീസും കൂടെ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല കൗണ്ട് ഗപ്പീസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നേരെ കൊണ്ട് നമ്മൾ അക്വേറിയത്തിനകത്ത് ഒഴിക്കാം. അക്വേറിയത്തിനകത്ത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇത് എടുത്ത് വൃത്തിയാക്കിയിട്ട് നമുക്ക് നമ്മുടെ മീനുകൾക്കൊക്കെ കൊടുക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ അലിഗേറ്ററിന് നമ്മൾ അക്വേറിയത്തിലോട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല വേസ്റ്റ് വെള്ളമാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോൾ ഇങ്ങനെ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിത് ഫുള്ള് വേസ്റ്റായിട്ട് കലങ്ങിയിട്ടുണ്ട് കേട്ടോ. ആരും ഒന്നും വിചാരിക്കരുത്, നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ മീനുകളെല്ലാം ഇവിടെ കൊണ്ടിട്ടത്. ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ മീനുകൾ ഉണ്ട് കണ്ടത്. വലിയ മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കൊണ്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഫുള്ള് വൃത്തിയാക്കും. അതായത് ഈ ഒരു വേസ്റ്റ് ഫുള്ളിങ്ങനെ നമ്മൾ എടുത്തിങ്ങനെ കളയും കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു മണവും ഇതുകൊണ്ടെന്നുള്ള വെള്ളം അത്യാവശ്യം നല്ല ക്ലീനാണ്. ആൽഗെ കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മാങ്ങയൊക്കെ കടന്നുകൊണ്ടാണ് ഇപ്പം വെള്ളത്തിന് മണം വന്നത്. ഇനിയിപ്പം നമുക്ക് ഈ ഒരു അക്വേറിയം ക്ലീൻ ചെയ്ത് ഇതിൻ്റെ അകത്ത് ഈ മീനുകളെ ഫുള്ളും നമുക്ക് നമ്മുടെ ഉമ്മമാർക്കൊക്കെ ഫീഡ് ചെയ്തിട്ട് നമ്മൾ ഒരു അടിപൊളി സെറ്റപ്പ് തന്നെ ആക്കും കേട്ടോ. അപ്പം ഇനിയിപ്പം നമുക്ക് ഈ ഒരു ടാങ്ക് എത്രയും പെട്ടെന്ന് കളയണം. അതായത് ഇനിയിപ്പോൾ ഈ ഒരു ടാങ്ക് നമുക്ക് നാളെ തന്നെ കളയും കേട്ടോ. ഇതിൻ്റെ അകത്ത് വെള്ളം മൊത്തം ഇന്ന് നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ നാളെ തന്നെ ആ ടാങ്ക് പുതുക്കി പണിയും. ആദ്യം നമ്മൾ ഓർത്ത് ഇതിൻ്റെ അകത്തെ കട്ടയും കൂടെ എടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയാലോ എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു ആദ്യം നമ്മൾ. അതായത് എന്താ പറയുക, ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്യാമെന്ന് ഓർത്ത്. അപ്പം ഹൈറ്റ് കൂട്ടിയൊക്കെ ചെയ്യാമെന്ന് ഓർത്തപ്പോൾ ഇവിടെ കണ്ടത് പടുതായ്ക്ക് തുളയാണ്. ഒന്നില്ലെങ്കിൽ എലിയായിരിക്കും, അല്ലെങ്കിൽ കിടക്കുന്നവൻ്റെ പരിപാടിയായിരിക്കും. അപ്പം മീനുകളെല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഏത് മീൻ വേണമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അതിനനുസരിച്ചുള്ള മീനുകൾ നമ്മൾ ഇപ്പം മേടിക്കുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ ഒന്നില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടാങ്ക് റീസ്റ്റോർ ചെയ്ത് പുതിയ ടാങ്ക് ഉണ്ടാക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് മീനുകളെ മേടിക്കാൻ പോകുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.